തരിക്കില്ല മനം തെല്ലും പകൽക്കാരണഭൂമിയിൽ മരിക്കും ഞാൻ നിനക്കായി മംഗളാദർശദേവതേ. എല്ലാ സ്നേഹം കൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ നമസ്കാരം. എന്നൊപ്പം ഇരിക്കുന്നത് കേരളത്തിൻ്റെ അല്ല, ഈ ഒരു കവിതാലോകത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ മകൻ്റെ മകൻ, ചെറിയ മകൻ അല്ലേ, മകളുടെ മകൻ ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ പരം മഹാഭാഗ്യം എനിക്കിത് കിട്ടാനില്ല എന്ന് തന്നെ എനിക്ക് കുറച്ചൊരു വിശ്വാസമുണ്ട്. കാരണം ഇവർ ഒന്നിച്ച് കിട്ടുന്നത് വലിയൊരു അത്ഭുതം തന്നെ. മകളെ ഞാൻ സംഗീതം കുറച്ചു കാലം അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ രവിയേട്ടൻ ഇപ്പോൾ സംഗീതം പഠിക്കാൻ തുടങ്ങുന്നുണ്ട് ഈ 92ാമത്തെ വയസ്സിൽ. പിന്നെ അരുൾ, അവരെ പിന്നെ മുമ്പേ എനിക്കറിയാം, പക്ഷെ ബന്ധം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ. ഞാൻ പിന്നെ കൂടുതൽ പരിചയപ്പെടാൻ വരുന്നവരും അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് പക്ഷേ ഇപ്പോഴാണ് ഒരു മനസ്സിലേക്ക് ശരിക്കും നിങ്ങളുടെ ഒരു ചിത്രം തെളിഞ്ഞു വന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ 4 പേര് കൂടിയാലോ, ഇതിൻ്റെ ഒരു വിശേഷം നമുക്ക് ആദ്യം രവിയേട്ടൻ പറയട്ടെ. രവിയേട്ടൻ തുടങ്ങണം. മാഷിന്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ ഒരു ഭാഗ്യം. രവിയേട്ടൻ എങ്ങനെ പറയാം? സംഗീതജ്ഞൻ, സംഗീത അധ്യാപകൻ, അവാർഡുകളൊക്കെ കിട്ടിയ ആള്. അതിന് പ്രാധാന്യമുണ്ട്. കേരളത്തിലുടനീളം സംഗീതം പാട്ട് പാടിക്കൊണ്ട് ഒരുപാട് സംഗീത യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും ഇനിയൊരു സംഗീത യാത്ര കവിതാ യാത്രയാണ്. അതാണ് പിന്നെ ഇന്ന് നമ്മള് ഇങ്ങനെ ഒത്തുകൂടലിലൂടെ ഇങ്ങനെ ഒരു ചർച്ച ഇതിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ മഹാഭാഗ്യം. ഇത്രയും കാലം എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വരാൻ തോന്നിയില്ല എന്നുള്ളത് ഓരോ സമയമാണ്. ആ ഒരു ആത്മാവിന്റെ മഹാകവി കുഞ്ഞിരാമന്റെ ആത്മാവിന്റെ ഒരു 25 വർഷമായിട്ടും എനിക്കോട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. തീർച്ചയായിട്ടും. അപ്പൊ അത് വാസ്തവത്തിൽ കവി നമ്മളോട് രണ്ടുപേരും ഏൽപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ആ കഥകളി നമ്മളിപ്പോ കളിയച്ഛൻ ചൊല്ലിയില്ലേ, അത് എത്ര പേരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണെന്നറിയോ. വളരെ സന്തോഷം. മാഷ് ചൊല്ലുന്ന കേൾക്കുന്നത് 4, 5, 6 ആവർത്തിയൊക്കെ കേട്ട ആളുകളുണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ രവിയേട്ടന്റെ മകൻ നന്നായിട്ട് കീബോർഡ് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് വായിക്കുന്നുണ്ട്. ചെറുപ്പത്തിലല്ലേ പഠിച്ചത് നിങ്ങൾ? വളരെ ചെറുപ്പത്തില്. അതിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം. നമസ്കാരം എല്ലാവർക്കും. ആദ്യമായിട്ട് റിപ്പബ്ലിക് ദിനാശംസകൾ. ജനുവരി 26 വേറൊരു പ്രത്യേകത, എൻ്റെ അമ്മമ്മയുടെ ഓർമ്മ ദിവസമാണ്. രാവിലെ പുല്ലൂർ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വന്നു. ഇങ്ങനെ മാഷെ ഒന്ന് കാണുന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക്. കാരണം അച്ഛൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ 2 പേരും ചേർന്നിട്ട് വിളിച്ചൻ്റെ കവിതകൾ ഇങ്ങനെ അതിനൊരു സംഗീതം നൽകി ഇത്രയും എന്താ പറയുക വലിയൊരു സംഗീതജ്ഞനായ വിഷ്ണു. പക്ഷേ ഞങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു കർമ്മങ്ങളിൽ നമ്മൾ കർമ്മനിരതരാകുമ്പോൾ നമ്മുടെ ആയുസിൻ്റെ ബലം കൂടും. കാരണം ഇത് നമ്മൾ പല സ്ഥലത്തും പുറത്തെ രാജ്യങ്ങളിൽ പോലും ഇത് പ്രവർത്തിക്കാമെന്ന് കണ്ടിട്ടുണ്ട്. ജപ്പാനിലൊക്കെ പോയാലും നമ്മൾ ഏതെങ്കിലും കർമ്മങ്ങളിൽ നമ്മൾ വ്യാപൃതരായിട്ടിരുന്നാൽ തന്നെ നമ്മുടെ ആയുസിന് അവിടെയാണ് നീളം കൂടുന്നത്. പിന്നെ നമുക്കതൊരു ഹരമാണ്. നമുക്ക് ഇപ്പോൾ അച്ഛൻ ഒരു ചെറിയ കുട്ടിയെ പോലെ ഹാർമോണിയം ബോർഡിലിരുന്ന് സരിഗമൊക്കെ വായിക്കുന്നതാണെങ്കിൽ എന്തൊരു സന്തോഷമാണെന്നറിയും. മാഷ് പറഞ്ഞ പോലെ ഞങ്ങളൊരു ചെറിയൊരു പരിപാടി ഏപ്രിലിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ഒരു മുഴുവനായിട്ടൊരു രൂപത്തിലാക്കിയിട്ടില്ല. അത് മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ വരും ഇതിൽ പറയാം. അപ്പോൾ ഒരു സംഗീത യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിതിന് മുമ്പ് കഴിഞ്ഞ വർഷം അച്ഛൻ നേരിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കവിയുടെ കാൽപ്പാടുകൾ തേടി ഒരു യാത്ര പോയിരുന്നു. കഴിഞ്ഞ ഒരു 3-4 ദിവസം, ഒരു ഒക്ടോബർ 7-ന് 2025 ഒരു സംഘം ആൾക്കാരായിട്ട് എല്ലാം കവിതയായിട്ട് താല്പര്യമുള്ളവർ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു കവിതാ യാത്രയായിരുന്നു. വിൽസൺ സഞ്ചരിച്ച വഴികളിലൂടെയുള്ളൊരു യാത്ര.
നമ്മുടെ കൂടാളിയിൽ നിന്ന് തുടങ്ങി അങ്ങനെ പട്ടാമ്പി, തിരുവല്ലാമല, കൊല്ലങ്കോട് എല്ലാ പ്രദേശവും പോയി തിരൂര് ലാസ്റ്റ് നമ്മൾ തീർത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു. നവമുകുന്ദ ക്ഷേത്രം ഇപ്പോൾ ഇതാ പ്രസിദ്ധമായ കുംഭമേള നടക്കുകയാണ്. ആ ക്ഷേത്രത്തിലൊക്കെ കൂടെ ഇറങ്ങിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു സംഗീതയാത്ര. അതിൻ്റെ ആശയം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിക്കുന്നതുള്ളൂ. അത് ഞങ്ങൾ പിന്നെ പറയാം. എന്തായാലും ഇങ്ങനൊരു സാറിന് ഇന്ന് വന്ന് കണ്ട് മീറ്റ് ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു 4 വരി, നമുക്ക് സമയം കുറച്ചിട്ട് 4 വരി ഒരു സിനിമാ ഗാനം, എന്തെങ്കിലും ഒരു ഗാനം. ഞാൻ ഒരു എന്താ പറയേണ്ടത്, സംഗീതം ചെയ്യും എന്നുള്ള ഒരു സൂചന. സംഗീതത്തെക്കാൾ കൂടുതൽ പിന്നെ മെല്ലിസിൻ്റെ ഒരു കവിത തന്നെ ആലപിക്കാം. ഒരു 4 വരി ഞാൻ ഒന്ന് ചൊല്ലാം. 4 വരി. ഇത് എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ കൂടുതൽ ചിലപ്പോൾ ഇത് ഞാൻ ചൊല്ലി പഠിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ ആ വരികൾ മാത്രമേ മെല്ലിസിൻ്റെ കാര്യമായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളൂ. കന്യാകുമാരിയിലെ ചന്ദ്രോദയം എന്ന കവിതയിലെ ഒരു 4 വരി. തിരയുന്ന കിഴക്കൻ കടൽ കാറ്റിൽ നീന്തിപ്പോയർദ്ധയാമ പൂജതൻ മണിനാദം കുന്നിലേ സത്രം കാക്കും മംഗമാരുടെ കയ്യിൽ എണ്ണതീർന്നണയുന്ന പാതിരാദീപം പാളി മധുരസ്മൃതിപൂത്ത ശോകാന്തരാഗം പാടി മയങ്ങിക്കിടക്കുന്ന മണിവീണയാം ഭൂമി. നന്ദി. വളരെ സന്തോഷം. ഈ തൊട്ടിപ്പുറത്ത് ഇതാ ചെറിയ മകളിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ രവിയേട്ടൻ്റെ മകളുടെ മകളാണ്. മകളെ കുറിച്ചുള്ള ചെറിയൊരു വിശേഷം. ഈ കുട്ടിയെ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഞാൻ സംഗീതം കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുരുഭക്തിയോടുകൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഏതായാലും അവളോട് നമുക്ക് വിശേഷം ചോദിച്ചറിയാം. പറയുമോ? വിശേഷം, ഞാൻ എൻ്റെ സംഗീതം തുടങ്ങിയത് ഭട്ടുമാഷിൽ നിന്നാണ്. ഒരു 4 വർഷത്തോളം മാഷിൻ്റെ ഗുരുകുലത്തിൽ പാട്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് മാഷിനെ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ തിരക്കായി പിന്നെ പാട്ട് തുടരാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പം ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ആ സമയത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവസരം കിട്ടി. പിന്നെ ഇനിയും മാഷിക്ക് ഇതേപോലെ കുറേ വേദികളിൽ പാട്ട് പാടാനും കുറേ പേരെ പഠിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ. അത് മാത്രമല്ല, ഈ ശിക്ഷ നമുക്കും കൂടെ ഇനി ഒന്നുകൂടി വലുതാക്കി എടുക്കേണ്ടതുണ്ട് സംഗീതത്തിൽ. അപ്പോൾ അവിടെ ആ ഒരു സമയ സന്ദർഭത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ സംഗീതം ഒന്നുകൂടി പകർന്ന് തരാനുണ്ട്. അത് സ്വീകരിക്കാൻ കൂടി എനിക്ക് പറയാനുണ്ട്. പിന്നെ മോളുടെ ഇപ്പോഴത്തെ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. അപ്പം ഞാൻ അത് കഴിഞ്ഞ് അഗ്രികൾച്ചർ 4 വർഷത്തെ BSc കോഴ്സ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് MSc കഴിഞ്ഞ് ഞാൻ പട്ടാമ്പിയിൽ ഒരു താൽക്കാലികമായിട്ട് RARS പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഞാനിപ്പം പഠിപ്പിക്കുകയാണ് ഡിപ്ലോമ കുട്ടികൾക്ക്. അപ്പം അങ്ങനെയാണ് ഇപ്പം. പട്ടാമ്പി എന്ന് പറയുമ്പോൾ തന്നെ മഹാകവി പി കുഞ്ഞിരാമന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടത് എന്നുള്ളത് അതൊരു നല്ലൊരു നിയോഗമാണ് അല്ലേ? അതെ. ഏതായാലും ഒരു 4 പഠിപ്പിച്ച ഉണ്ണിയെ കണി കാണാറാകണം എന്നുള്ളത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ തിരുമുടിമാല. ഉണ്ണിയെ കണി കാണാറാകണം. അത് താമരമാല. ഞാൻ തിരുമുടിമാല എന്നാ പറഞ്ഞത്. ഓ അത് ശരി. താമരമാലയിൽ നിന്ന് എടുത്ത ആ ഒരു 4 വരി. അതിനൊരു സംഗീതം നൽകിയാണോ ഒന്ന്? ഞാൻ തന്നെ അതിനൊരു സംഗീതം ആദ്യമായിട്ട് ക്ലാസിക്കൽ നൽകിയിട്ട് പാടുമ്പോൾ
കണി കാണാറായിണം കണ്ണനെ കൊണ്ടൽ വർണ്ണനെ കണ്ണനെ കൊണ്ടൽ വർണ്ണനെ. മോള് കവിത എഴുതോ സ്വന്തമായിട്ട്? അവിടെ എഴുതുന്ന ഒരു കവിത അവർക്ക് പണ്ട് ചെറുതായിട്ട് ബുദ്ധി കുറിക്കുന്ന സുശീലം ഉണ്ടായിരുന്നു. എനിക്കിവിടെ സമ്മാനം കിട്ടിയില്ലേ? സ്കൂളിൽ നിന്ന് എഴുതുമായിരുന്നു. സ്വന്തമായിട്ട് അല്ല, അത് തുടരണം. കാരണം അങ്ങനെ വരട്ടെ. ഒരു നമുക്ക് സമ്മാനം കിട്ടി. പിന്നെ എന്താ നിർത്തിയാറില്ല. പക്ഷെ സംഗീതം നന്നായിട്ട് പറയുന്നുണ്ട്. കാരണം ആ ഒരു തൊണ്ട അവൾക്കുണ്ട്. അതെ, പല സ്ഥലത്തും പാടിയിട്ടുണ്ട്. ഏതായാലും സന്തോഷം. ഈ ഒരു നല്ലൊരു വേളയിൽ സന്തോഷം. നമ്മുടെ എല്ലാം ഒരു ഭാഗ്യം.